റെയിൽവേ ജീവനക്കാർ ജോലി ചെയ്യുന്നത് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതെയെന്ന റെയിൽവേ ബോർഡ് ട്രാഫിക്. എറണാകുളം വാഴക്കാല സ്വദേശി രാജു നൽകിയ വിവരാവകാശത്തിനിടെയാണ് റെയിൽവേ ബോർഡിന്റെ മറുപടി. അപകടം, നഷ്ടപരിഹാരം എന്നിവയിൽ 10 വർഷം കൊണ്ട് റെയിൽവേ യാത്രക്കാർക്ക് നൽകിയത് 48.53 കോടി രൂപ എന്നും കൂടുതൽ നഷ്ടപരിഹാരം നൽകിയത് 2023-2024 സാമ്പത്തിക വർഷത്തിലെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. ഇന്ത്യൻ റെയിൽവേ ജീവനക്കാർക്ക് സർക്കാർ ഇൻഷുറൻസ് നിലവിൽ നൽകുന്നില്ലെന്ന് റെയിൽവേ ബോർഡ് ട്രാഫിക്. ട്രെയിൻ യാത്രികർക്ക് 10 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസിന്റെ പരിരക്ഷ റെയിൽവേ ഉറപ്പാക്കുന്നുണ്ട്. കൺഫേംഡ് ടിക്കറ്റുകളും IRCTC ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയുള്ള റിസർവേഷൻ ഓൺലൈൻ ടിക്കറ്റുകളുമുള്ള യാത്രക്കാർക്ക് ട്രിപ്പിന് 45 പൈസയാണ് ഇൻഷുറൻസ് പ്രീമിയം. ടിക്കറ്റ് ചാർജിൽ ഇതും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ റെയിൽവേ ജീവനക്കാർക്ക് ഇത്തരം പരിരക്ഷയില്ല. എറണാകുളം വാഴക്കാല സ്വദേശി രാജു വാഴക്കാല നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് റെയിൽവേ ബോർഡ് ട്രാഫിക് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ രവീന്ദ്രകുമാർ നൽകിയ മറുപടിയിലാണ് വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. റെയിൽവേയിലെ ജീവനക്കാർക്ക് ഒരു രൂപ പോലും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെന്നുള്ളതാണ്. യാത്രക്കാർക്ക് പരിരക്ഷ കൊടുക്കുന്നത് വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ യാത്രയ്ക്കും 45 പൈസ രീതിയിലുള്ള ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ മാത്രമാണ് മരണപ്പെടുന്നവർക്ക് 10 ലക്ഷം, പരിക്കേൽക്കുന്നവർക്ക് 7 ലക്ഷം, 5 ലക്ഷം, 2 ലക്ഷമൊക്കെ അത് വിവിധ കാറ്റഗറിയിലായിട്ട് റെയിൽവേയുടെ ഇൻഷുറൻസ് കിട്ടുന്നത്. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ജീവനക്കാരുള്ള റെയിൽവേയിലെ ജീവനക്കാർക്ക് ഒരു രൂപയുടെ പോലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നാണ്. ട്രെയിൻ യാത്രക്കിടെ അപകടത്തിനിരയായവർക്ക് 10 വർഷത്തിനിടെ നഷ്ടപരിഹാരമായി റെയിൽവേ നൽകിയത് 45.53 കോടി രൂപ, 38.55 കോടി രൂപ മരണങ്ങൾക്കും 9.98 കോടി പരിക്കിനുമാണ് നൽകിയതെന്ന് റെയിൽവേ ആസ്ഥാനത്ത് നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023-2024 വർഷത്തിലാണ് ഏറ്റവും അധികം നഷ്ടപരിഹാരം നൽകിയത്. മരണത്തിന് 20.86 കോടിയും പരിക്കേറ്റവർക്ക് 5.44 കോടിയും. അപകട മരണങ്ങൾക്ക് ഏറ്റവും കുറവ് നഷ്ടപരിഹാരം നൽകിയ 2020-2021 രേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു. അപകടങ്ങൾ സംബന്ധിച്ച കേസുകൾ റെയിൽവേ ക്ലെയിം ട്രൈബ്യൂണൽ തീർപ്പാക്കുന്ന മുറയ്ക്കാണ് നഷ്ടപരിഹാര തുക കൈമാറുന്നത്. ഇത്രയും തുക റെയിൽവേ യാത്രക്കാർക്ക് ഇൻഷുറൻസായി നൽകുമ്പോഴാണ് ഇന്ത്യൻ റെയിൽവേയിലെ പല തസ്തികകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് യാതൊരുവിധ സുരക്ഷിതത്വവും നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ അവഗണന. ന്യൂസ് മലയാളം, കൊച്ചി.